മനുഷ്യ എന്ന് വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, മാ ഗററക ബിറബ്ബിക്കൽ കരീം. വളരെ കരീമായ, അൽ കരീമായ, മാന്യതയുടെ പാരമ്യമായ, അത്രയും ഡിഗ്നിഫൈഡ് ആയി പെരുമാറുന്ന, അത്രയും ജനറസ് ആയ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചത് ആരാണ്? എന്താണ്? എങ്ങനെയാണ് നീ ആ റബ്ബിൽ നിന്ന് വഴിതെറ്റിപ്പോയത്? എങ്ങനെയാണ് നീ ആ റബ്ബിൽ നിന്ന് അകന്നുപോയത്? എന്ത് കാരണത്തിനാണ് നീ ആ റബ്ബിനോട് മുഖം തിരിക്കുന്നത്? എന്ത് കാരണം കൊണ്ടാണ് നീ ആ വഴിക്ക് പോകാതിരിക്കുന്നത്? അത്രയും ജനറസ് ആയ റബ്ബിന്റെ അടുത്തേക്ക് പോകാൻ നിനക്ക് എന്താണ് മടി? നിന്റെ അസ്തിത്വം തന്നെ ആ റബ്ബിന്റെ മാന്യതക്കുള്ള, ഉദാരതക്കുള്ള തെളിവാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നിന്നെ സൃഷ്ടിച്ചത്, സംവിധാനിച്ചത്, ക്രമപ്പെടുത്തിയത്, ഏറ്റവും നല്ല രൂപം നിനക്ക് നൽകിയത് ഒക്കെ അല്ലാഹുവാണ്. അവന്റെ ഉദാരതയുടെ ജീവിക്കുന്ന അടയാളമാണ് നീ എന്ന് പറയുന്ന അസ്തിത്വം തന്നെ. പിന്നെ എങ്ങനെയാണ് ആ റബ്ബിന്റെ ഉദാരതയെ, മാന്യതയെ, ആ റബ്ബിന്റെ ജനറോസിറ്റിയെ, നൊബിലിറ്റിയെ നീ മറന്നു പോകുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ മക്കക്കാരോട് വളരെ തുടക്കത്തിൽ തന്നെ ഈ ഖുർആൻ വചനങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞു കൊടുത്തൊരു കാര്യം, നിങ്ങളുടെ റബ്ബ് അവൻ അൽ അക്രമാണ്. അവൻ ഈ നൊബിലിറ്റി എന്ന് പറയുന്നതിന്റെ, ഡിഗ്നിറ്റി എന്ന് പറയുന്നതിന്റെ, ജനറോസിറ്റി എന്ന് പറയുന്നതിന്റെ പാരമ്യമാണ്. അതുകൊണ്ട് അവനിൽ നിന്നാണ് ഈ ഗ്രന്ഥം വരുന്നത്. ഈ ഗ്രന്ഥം നിങ്ങൾ പാരായണം ചെയ്യുക, ഇതിന്റെ സന്ദേശം ഉൾക്കൊള്ളുക, അവനിലേക്ക് തിരിയുക, അവന്റെ തൃപ്തി നേടിയെടുക്കാൻ പരിശ്രമിക്കുക. നമ്മൾ ഈ അൽ കരീം അല്ലെങ്കിൽ അൽ അക്രം എന്നൊക്കെ പറയുമ്പോൾ ഈ ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാന്യതയുടെ, അന്തസ്സിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ വാരിക്കോരി അനുഗ്രഹങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു കൊടുക്കുന്നതിന് ഒരിക്കലും പരിധി വെക്കുന്നില്ല. നമ്മൾ ആളുകൾ എന്ത് ചോദിച്ചാലും അത്രയും ഒരു തരത്തിലുള്ള പിശുക്കുമില്ലാതെ കൊടുക്കുന്നതിനാണ് അൽ അക്രം അല്ലെങ്കിൽ അൽ കരീം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു വിവക്ഷ അതാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അങ്ങനെയാണ്. അള്ളാഹുവിന്റെ സമ്പത്ത്, അള്ളാഹുവിന്റെ ഖജാന എന്ന് പറഞ്ഞാൽ അത് അതിരുകളില്ലാത്തതാണെന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഖുദ്സിയായ ഹദീസിൽ നമ്മൾക്ക് അള്ളാഹു പറഞ്ഞൊരു കാര്യം നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എത്ര മനോഹരാണെന്ന് അറിയോ? അള്ളാഹ് പറയാണ്, നിങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും, സർവ്വ മനുഷ്യരും, ഏറ്റവും ആദ്യത്തെ മനുഷ്യൻ മുതൽ ഏറ്റവും അവസാനത്തെ മനുഷ്യൻ വരെ, ആ മനുഷ്യരത്രയും അതേപോലെ ജിന്നുകളും ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി എന്ന് വിചാരിക്കുക. നമ്മളൊരു മൈതാനത്ത് ഇവരെല്ലാവരും കൂടി ഒരുമിച്ചുകൂടി എന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ മനുഷ്യരും ജിന്നുകളും മുഴുവനും ഓരോരുത്തരും അവർക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചു എന്നും വിചാരിക്കുക. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഞാനത് മുഴുവൻ കൊടുത്തു. ഈ ചോദിക്കപ്പെട്ട ലോകത്തിലെ സകല മനുഷ്യരുടെയും ജിന്നുകളുടെയും അഭിലാഷങ്ങൾ മുഴുവൻ ഞാൻ നിറവേറ്റിക്കൊടുത്താലും അതൊരു കടലിൽ ഒരു സൂചി മുക്കിയാൽ ആ സൂചിയിൽ എത്ര വെള്ളം പോരും, അത്രയേ എന്റെ സമ്പത്തിൽ നിന്ന് കുറയുന്നുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും.